നമസ്കാരം. ഞാൻ ഡോക്ടർ സച്ചിൻ മാത്യു ജോസ്. തൊടുപുഴ സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻ്ററിലെ കൺസൾട്ടൻറ്റ് പീഡിയാട്രിക് ഇൻറ്റൻസിവിസ്റ്റ് ആൻഡ് പീഡിയാട്രീഷ്യനായി ജോലി ചെയ്തു വരുന്നു. ചെറിയ കുഞ്ഞുങ്ങളിൽ മൂത്രത്തിൽ പഴുപ്പ് എന്ന അസുഖം കൂടി വരുന്നതായിട്ട് നമ്മൾ ഈ അടുത്ത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു പരിധിവരെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ അസുഖം ഉണ്ടാകുമ്പോൾ കൂടുതലായിട്ട് എസ്പെഷ്യലി പീഡിയാട്രിക്സിൽ കുട്ടികളെ ആശുപത്രിയിൽ കാണിക്കുന്നതുകൊണ്ട് നമുക്കിപ്പോൾ മൂത്രത്തിൻ്റെ പരിശോധന, രക്തപരിശോധനയൊക്കെ കൂടുതലായിട്ട് അവൈലബിൾ ആയതുകൊണ്ടായി നമ്മളിത് കൂടുതൽ പിക്കപ്പ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇത് കൂടി വരുന്നത്. എന്തുകൊണ്ടാണ് മൂത്രത്തിൽ പഴുപ്പ് ഉണ്ടാകുന്നത് എന്നുള്ളൊരു സാധാരണ രീതിയിലുള്ള ഒരു ചോദ്യമാണ്. യൂഷ്വലി ചെറിയ കുഞ്ഞുങ്ങൾ, അതായത് 6 മാസത്തിൽ താഴെയുള്ള കുഞ്ഞുങ്ങളിൽ അവർക്ക് എന്ത് തരത്തിലുള്ള ഇൻഫെക്ഷൻ വന്നാലും, രക്തത്തിലൊരു അണുബാധ വന്നാലോ ബാക്കി എന്തെങ്കിലും ഒരു അണുബാധ വന്നാലോ ഇത് മൂത്രത്തിലേക്ക് പകരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ അതായത് ഒരു ജനറലൈസ്ഡ് ഇൻഫെക്ഷൻ യൂറിനൽ ഇൻഫെക്ഷനായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നീടുള്ളൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എസ്പെഷ്യലി 1 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് മൂത്രത്തിൽ പഴുപ്പുണ്ടാകുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമ്മുടെ യൂറിനറി സിസ്റ്റം, അതായത് കിഡ്നി, യൂറിറ്റേഴ്സ്, അതുപോലെ യൂറിനറി ബ്ലാഡർ ആൻഡ് എക്സ്റ്റേണൽ ജെനിറ്റാലിയ, ഈ പാർട്സിൽ എന്തെങ്കിലും ഒരു അനാറ്റമിക്കൽ ഡിഫക്റ്റ്, അതായത് എന്തെങ്കിലും ഒരു സ്ട്രക്ചറലി എന്തെങ്കിലും കുഴപ്പം, അതായത് നോർമലി യൂറിൻ പാസ് ചെയ്യുന്ന ഈ പാത്വേയിൽ സ്ട്രക്ചറലി എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ, അതുകൊണ്ടാണോ മൂത്രത്തിൽ പഴുപ്പുണ്ടായോ എന്നുള്ളതാണ് ഒരു സംശയം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തു വരുന്നത്, ചെറിയ കുഞ്ഞുങ്ങളിൽ മൂത്രത്തിൽ പഴുപ്പ് കണ്ടുപിടിച്ചു എന്നറിഞ്ഞാൽ നമ്മൾ ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു ടെസ്റ്റാണ് അൾട്രാസൗണ്ട് അബ്ഡമൻ ചെയ്യുക എന്നുള്ളത്. ഇതിലൂടെ നമുക്ക് എന്തെങ്കിലും സ്ട്രക്ചറൽ ഡിഫക്റ്റ് കൊണ്ട് ആണോ ഈ മൂത്രത്തിൽ പഴുപ്പ് കുഞ്ഞിനുണ്ടായത് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ അതിനെന്തെങ്കിലും സർജിക്കലി, അതായത് ശസ്ത്രക്രിയയിലൂടെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. ഈ മൂത്രത്തിൽ പഴുപ്പ് ഉണ്ടാവാതെ ഇരിക്കാൻ നമ്മൾക്ക് ശ്രദ്ധിക്കാവുന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് ഡയപ്പർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഡയപ്പർ ചേഞ്ച് ചെയ്യുക. 2, നമ്മൾ വൈപ്പ് ചെയ്യുമ്പോൾ ഓൾവേസ് വൈപ്പ് ഫ്രം ഫ്രണ്ട് ടു ബാക്ക്, അതായത് നമ്മൾ ഡയപ്പർ ചേഞ്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുട്ടികൾ സ്റ്റൂൾസ് പാസ് ചെയ്യുമ്പോൾ നമ്മൾ വൈപ്സ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും മുമ്പിൽ നിന്ന് പുറകിലേക്ക് വൈപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പുറകിൽ നിന്ന് വൈപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റൂളും അതുപോലെ തന്നെ അവിടുത്തെ ബാക്ടീരിയ നമ്മുടെ യൂറിനറി ട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമതായിട്ട് ധാരാളമായിട്ട് കുട്ടികളിലാണെങ്കിലും പ്രത്യേകിച്ച് വേനൽക്കാലത്ത് ധാരാളമായി വെള്ളം കൊടുക്കുക, അതുപോലെയുള്ള റൂട്ടീൻ ഹൈജീനിക് മെഷേഴ്സ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. യൂഷ്വലി മൂത്രത്തിൽ പഴുപ്പ് ഉണ്ടാകുമ്പോൾ കുട്ടികൾ കാണിക്കുന്ന ലക്ഷണം, ചിലപ്പോൾ മൂത്രം ഒഴിക്കുമ്പോൾ തീവ്രമായ വേദന, അതായത് ചെറിയ കുട്ടികളിലാണെങ്കിൽ അവർ മൂത്രം ഒഴിക്കുമ്പോൾ കരച്ചിൽ മാത്രമായിരിക്കാം ചിലപ്പോൾ ലക്ഷണം, അതല്ലെങ്കിൽ പനി മാത്രം ഇതിൻ്റെ ലക്ഷണമായിട്ട് വരാം. അപ്പോൾ പനി, അതുപോലെ തന്നെ മൂത്രം ഒഴിക്കുമ്പോൾ കുട്ടികൾ കൂടുതൽ കരയുന്ന, ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ മൂത്രത്തിൽ പഴുപ്പില്ല എന്ന് ഉറപ്പ് വരുത്തുകയും അതിന് വേണ്ട ടെസ്റ്റുകൾ ചെയ്യുകയും ഈ സ്കാൻ ഉൾപ്പെടെ, ആദ്യമായി മൂത്രത്തിൽ പഴുപ്പൊക്കെ വരുന്ന ഈ സ്കാൻ ഉൾപ്പെടെയുള്ള ടെസ്റ്റുകൾ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഈ മൂത്രത്തിൽ പഴുപ്പ് എന്ന അസുഖം ചിലപ്പോൾ വളരെ ഈസി ആയിട്ട് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക്കുകളുടെ സഹായത്തോടെ നമുക്ക് കംപ്ലീറ്റ്ലി മാറ്റാവുന്നതും റിക്കറൻ്റായിട്ട് വരാതിരിക്കാനും ശ്രദ്ധ ചെലുത്തിയാൽ റിക്കറൻ്റായി വരാതിരിക്കാനും നമുക്ക് സാധിക്കുന്നതാണ്.